വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയ ഹിസ്ബുള്ളക്കെതിരെ കനത്ത വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. തെക്കൻ ലെബനനിലെ ദാഹിയയിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇന്ന് രാവിലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ നവംബറിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു ശേഷം നടന്ന ആദ്യത്തെ കനത്ത ആക്രമണമാണ് ഇന്ന് നടന്നത്. ഇന്ന് രാവിലെ വടക്കൻ ഇസ്രായേലിലെ കിരിയാത്ത് ഷ്മോനെ, മാർഗലിയോത്ത്, ടെൽ ഹായ്, മിസ്ഗാവ് ആം എന്നിവിടങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. രാവിലെ 7:50 സംഭവം. ഒരു മിസൈൽ ഇസ്രായേൽ തടഞ്ഞതായും മറ്റൊന്ന് ലെബനോനിൽ തന്നെ പതിച്ചതായും സൈന്യം വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള നഗ്നമായ വെടിനിർത്തൽ കരാർ ലംഘനമാണ് നടന്നതെന്നും ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശമായ ഒരു കെട്ടിടത്തിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചതെന്നും IDF കണ്ടെത്തി. അതിന് മറുപടിയായി ഉച്ചകഴിഞ്ഞാണ് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയത്. ഹിസ്ബുള്ള ഡ്രോണുകൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ് ഇതെന്നും ഹിസ്ബുള്ളയുടെ വ്യോമ യൂണിറ്റ് 127 ഉൾപ്പെട്ടതാണ് ഈ കെട്ടിടമെന്നും ഇസ്രായേൽ കണ്ടെത്തി. ആക്രമണത്തിന് തൊട്ടുമുമ്പ് IDF വക്താവ് കേണൽ അവിച്ചെ അദ്രേ അറബിയിൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനുശേഷമായിരുന്നു തെക്കൻ ലെബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ഒപ്പം ബെയ്റൂട്ടിലെ കെട്ടിട സമുച്ചയവും ഇസ്രായേൽ വ്യോമസേന തകർത്തത്. വെടിനിർത്തൽ കരാർ നിലവിലുള്ള കാലത്ത് സംഭവിച്ച ഈ ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അപലപിച്ചു. ഇസ്രായേലിന് നേരെയുള്ള ഏത് ആക്രമണത്തിനും ഉത്തരവാദിത്വം ലെബനൻ സർക്കാരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗലീലി നിവാസികളുടെയും വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്നും ഏത് ഭീഷണിക്കും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കണമെന്ന് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് വ്യക്തമാക്കി. ഇറാന്റെ ഭീകര പ്രോക്സിയായ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ വെടിതീർക്കുമ്പോൾ ഇറാനാണ് അതിന്റെ പിന്നിലെന്നും ഇസ്രായേൽ അവർക്ക് മറുപടി കൊടുക്കണമെന്നും നഫ്താലി ബെനറ്റ് കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.